ഹലോ മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് JEE എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ സൂപ്പറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ആക്റ്റീവ്ലി ക്ലാസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നന്നായിട്ട് തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം JEE മെയിനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മുടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. കാരണം എഞ്ചിനീയറിങ്ങിന് മാത്സ് ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ JEE ലെവൽ പഠിക്കുന്ന ഒരു കുട്ടി മാത്സിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലേ? പക്ഷെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ ഡെയിലി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഫിസിക്സും കെമിസ്ട്രിയും ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് മാത്സ് അതെ എങ്ങനെയാണ് സാർ, നമ്മൾ എത്ര പഠിച്ചിട്ടും ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഒന്നും നടക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടെൻഷനാണ് എല്ലാ കുട്ടികളും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഫിയർ അല്ലെങ്കിൽ ആ ഒരു ആങ്സൈറ്റി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യമാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണുന്നുണ്ട്. സോ ക്ലാസ്സുകൾ കാണുന്നു, നിങ്ങൾ കോൺസെപ്റ്റുകൾ പഠിക്കുന്നു, ദെൻ സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ബട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മിക്ക ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഒരു കൺസേൺ ആണ്, ഫിസിക്സും കെമിസ്ട്രിയും മാനേജ് ചെയ്യാൻ പറ്റും, മാത്സ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലേ? സോ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ മാത്സിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെ പാനിക് ആവാതെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ട് നമ്മൾ തിയറി കോൺസെപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം തിയറി നന്നായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പ്രോബ്ലത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ. സോ എല്ലാ ചാപ്റ്ററും, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുകയാണ്. സോ ട്രിഗ്നോമെട്രി ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് എല്ലാ കോൺസെപ്റ്റും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ JEE ലെവലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താണ്? നമുക്കറിയാം, ഒരു ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും കണക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ ഒരു ചാപ്റ്ററിലെ ചോദ്യം മാത്രമായിട്ടല്ല വരുന്നത്, മിക്ക ചാപ്റ്ററുകളും ക്ലബ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, മജോറിറ്റി ക്വസ്റ്റ്യൻസും JEE മെയിൻ വരുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ അറിയത്തില്ലെങ്കിൽ അത് മറ്റൊരു ചാപ്റ്ററും കൂടെ ക്ലബ് ചെയ്ത് വന്നിരിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അറിയത്തില്ല എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ചാപ്റ്റർ മാത്രം പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സൊല്യൂഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ട് ചാപ്റ്ററിലെയും കോൺസെപ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചാപ്റ്ററിൻ്റെ ഐഡിയ ഇല്ലാതെ വരുന്നതാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്കറിയാം, നമ്മൾ ഓൺലൈനായിട്ടാണ് CBT മോഡിലാണ് എക്സാം എഴുതുന്നത്. സോ CBT മോഡിൽ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻസ് വളരെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഏറ്റവും ക്വിക്കായിട്ടുള്ള സമയത്തിൽ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും എക്സാമിന് ഇരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ പാലറ്റിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വളരെ ഹ്യൂജ് ആയിട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്വസ്റ്റ്യൻ്റെ ലെങ്ത് കൂടുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് വളരെ കുറയും. ഈ ചോദ്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, മൈൻഡിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും, ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ചോദ്യമാണ് എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ഫീൽ ചെയ്യും. സോ ഈ ഫീലോട് കൂടി നിങ്ങൾ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ക്വസ്റ്റിനെ സൊല്യൂഷൻ ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ ഓരോ ചോദ്യം നോക്കുമ്പോൾ ക്വസ്റ്റിൻ്റെ വലുപ്പം നോക്കി ആവരുത് നിങ്ങൾ ക്വസ്റ്റിൻ ഈസി ആണോ അതോ ഡിഫിക്കൽട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റിനെ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക. ക്വസ്റ്റിനെ കൃത്യമായിട്ട് വായിക്കുമ്പോൾ വേർഡ് ബൈ വേർഡ് നമ്മൾ വായിക്കണം. കാരണം മാത്സിനകത്തൊക്കെ അത് എസ്പെഷ്യലി ഫോർ JEE ഓരോ വേർഡ്സിനകത്തും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഇൻ്റർവെൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഇതിനോട് ബിലോങ്ങിങ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വായിക്കണം. എന്നിട്ട് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ചോദ്യത്തിനകത്ത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. ഇനി ആ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഹിൻറ്റുകൾ തന്നിട്ടുണ്ട്, ഈ ഹിൻറ്റുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, സൈഡിൽ എഴുതി വെക്കണം. ഇനി നോക്കേണ്ടത് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ഐഡിയ കൊണ്ടുവരണം. അതുമാത്രമല്ല, ആ ടോപ്പിക്കിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഏതൊക്കെയാണെന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരണം. സോ ഈ ഫോർമുലാസ് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഓരോ ഫോർമുലയ്ക്കും പല പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻസ് പഠിക്കുന്നുണ്ട്. ഒരു ഫോർമുലയ്ക്ക് ഒരു റിസൾട്ട് മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്പിൾ റിസൾട്ടുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏത് അപ്ലൈ ചെയ്താൽ എനിക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെ ചിന്തിച്ച് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കുന്നു, ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്താലും നിങ്ങൾ എന്ത് ചെയ്യില്ല, ഡ്രോപ്പ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ ഫെയിൽ ആകുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക, തിങ്ക് ചെയ്യുക, അപ്രോച്ച് മാറ്റുക, വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക,
ചെയ്യാം. ഇത് നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഹോളിൽ പോയിരുന്ന് ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. സോ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ ഒരു ചോദ്യം എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ജെയ്ക്ക് മാക്സിമം ഒരു 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൂടുതലാണ്. ജെയുടെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു 6 മിനിറ്റ് വരെയൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈമിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ ഒരു മിനിറ്റ് ഞാൻ പെട്ടെന്ന് ക്വസ്റ്റൻ വായിക്കുന്നു, ദെൻ അടുത്ത വരുന്ന 1 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഹിന്റുകളൊക്കെ ഒന്ന് നോക്കുന്നു, ദെൻ അടുത്ത വരുന്ന 1 മിനിറ്റിൽ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ദെൻ ഇതുപോലെ നിങ്ങൾ ടൈമിനെ എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. ദെൻ ലാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ബാക്കി സൊല്യൂഷൻ ചെയ്യാനുള്ള സമയം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ടൈമിനെ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും നിങ്ങളൊരു 5 ചോദ്യം വെച്ചിട്ട് എന്ത് ചെയ്യുക, എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ 5 ചോദ്യം ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് ഈ ചോദ്യം ചെയ്യുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, നിങ്ങൾ നേരെ പോയി എന്ത് ചെയ്യുന്നു, അതിൻ്റെ സൊല്യൂഷൻ നോക്കുന്നു. സൊല്യൂഷൻ നോക്കി അത് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ തന്നെ ആ പ്രോബ്ലം ഒന്നുകൂടെ ചെയ്യുന്നു. അടുത്ത ദിവസം ഇതേ കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രോബ്ലം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ ടൈപ്പ് ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ജെഇ മെയിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ എല്ലാ ചാപ്റ്ററിലെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമുക്കറിയാം ഓരോ ചാപ്റ്ററിലും റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. സോ അത്തരം ചോദ്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ പാനിക് ആവാതിരിക്കുക, റിലാക്സ് ചെയ്യുക. ജെഇ മെയിന് ഒരു ചോദ്യം തന്നിട്ടുണ്ടെങ്കിൽ മാത്സിൽ നിങ്ങൾ എത്രമാത്രം അറിവുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കാനല്ല ആ ചോദ്യം നിങ്ങൾക്ക് തരുന്നത്. ഈ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതായത് പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ ഒരു ചോദ്യത്തിനെ. അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് ലെവൽ എങ്ങനെയാണെന്നും സ്മാർട്ട് അപ്രോച്ച് എങ്ങനെയാണെന്നുമാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യം ഇടുന്ന ആള് നോക്കുന്നത്. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പാനിക് ആവാതെ റിലാക്സ്ഡ് ആയിട്ട് അതിനകത്തെ ഓരോ കാര്യങ്ങളും നോക്കി ഇത് എനിക്കറിയാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് വെച്ചിട്ട് എങ്ങനെ ഇത് സോൾവ് ചെയ്യാം എന്നുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ വേണം ഓരോ ചോദ്യത്തിനെയും അപ്രോച്ച് ചെയ്യാനായിട്ട്. സോ എന്തായാലും ഈ ടിപ്പുകളൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.